കോഴിക്കോട് ICU പീഡനക്കേസിൽ ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തയാക്കിയ റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന സമരസമിതി. പ്രധാന സാക്ഷിയായ ചീഫ് നഴ്സിന്റെ മൊഴി മുഖവിലക്കെടുത്തില്ലെന്നാണ് പരാതി. നിയമ നടപടികളുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചതായി സമരസമിതി വ്യക്തമാക്കുന്നുണ്ട്. മേഘ്ന ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മേഘ്ന, ഇന്നലെയാണ് അതിജീവിത സമരം അവസാനിപ്പിക്കുന്നത്. അതായത് ഈ ഡോക്ടർക്കെതിരെ എടുത്തിട്ടുള്ള റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പക്ഷേ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുണ്ട് എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത്. എന്തായാലും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഘ്ന. ഭദ്ര, തീർച്ചയായും. അതായത് കഴിഞ്ഞ 12 ദിവസങ്ങളായി 2 ഘട്ടങ്ങളിലായി നടന്ന അനിശ്ചിതകാല സമരത്തിനൊടുവിലാണ് ഈ ഡോക്ടർ KV പ്രീതിക്ക് എതിരായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്കും സമരസമിതിക്കും കൈമാറുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് വിശദമായി പഠിച്ചതിന് ശേഷം ഒരു പ്രതികരണം ഉണ്ടാകും, അല്ലെങ്കിൽ നിയമപരമായി എന്തെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കുകയോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുമെന്ന് ഇന്നലെ തന്നെ അതിജീവിത വ്യക്തമാക്കിയതാണ്. അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ആ ഒരു റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള നൌഷാദ് തെക്കീലാണ്, സമരസമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള നൌഷാദ് തെക്കീലാണ് ഇപ്പോൾ ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. അതിജീവിതയുടെയായിട്ടുള്ള പ്രതികരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ സമരസമിതി ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായും ഡോക്ടർ KV പ്രീതി, അതായത് പ്രതിയെ അറ്റൻഡർ ശശീന്ദ്രനെ രക്ഷപ്പെടുത്താനുള്ള രീതിയിലേക്കുള്ള മൊഴികൾ കൊടുത്തു. മാത്രമല്ല, ഈ പ്രീതിക്കെതിരെ മുന്നേ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അതിജീവിത ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, വൈദ്യപരിശോധന ഫലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല, മൊഴി രേഖപ്പെടുത്തിയില്ല, അങ്ങനെയുള്ള പരാതികളൊക്കെ KV പ്രീതിക്കെതിരെ ഗൈനക്കോളജിസ്റ്റിനെതിരെ മുന്നേ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉന്നയിച്ച സാഹചര്യത്തിലും പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഈ പ്രീതിയുടെ മൊഴി പോലീസ് കമ്മീഷണർ ഒരു വിശ്വാസത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സമരസമിതി പറയുന്നത്. മറ്റൊരു കാര്യം അനിത സിസ്റ്ററുടെ കാര്യമാണ്. അതായത് നമ്മൾ മുന്നേ തന്നെ ഈ അനിത സിസ്റ്ററുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടതാണ്. ഈ അനിത സിസ്റ്ററെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് ആ രീതിയിലേക്കാണ്. അതായത് അനിത സിസ്റ്ററുടെ മൊഴി വ്യാജമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് സിസ്റ്റർ മൊഴി നൽകുന്നത് എന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിലേക്ക് ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും ഈ സമരസമിതി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ബന്ധുക്കളും അതിജീവിതയുടെ ഭർത്താവ് അടക്കം നൽകിയ മൊഴി വിശ്വാസത്തിൽ പോലീസ് എടുത്തിട്ടില്ല. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയും സമരസമിതിയും ആലോചിക്കുന്നത്. അതിൽ കൂടുതൽ വിശദമായിട്ട് ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം നിയമവൃത്തങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇതിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ അട്ടിമറി സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിജീവിതയും സമരസമിതിയും പറഞ്ഞു വയ്ക്കുന്നത്. ഭദ്രം. കോഴിക്കോട് ICU പീഡനക്കേസിൽ ഡോക്ടർ പ്രീതിയെ കുറ്റവിമുക്തയാക്കിയ റിപ്പോർട്ടിൽ പൊരുത്തക്കേടുണ്ടെന്ന സമരസമിതി. പ്രധാന സാക്ഷിയായ ചീഫ് നഴ്സിന്റെ മൊഴി മുഖവിലക്കെടുത്തില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയും സമരസമിതിയും തീരുമാനിക്കുന്നത്. എന്തായാലും നിയമവിദഗ്ധരുമായി അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മേഘ്നയാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.